മുണ്ടക്കൈയിൽ പുനരധിവാസ പാക്കേജും ഒപ്പം തന്നെ പട്ടിക തയ്യാറാക്കലുമൊക്കെയായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് വരുന്നത് പ്രതിഷേധത്തിന്റെ വാർത്തകളാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ ഇന്ന് ദുരന്ത ഭൂമിയിൽ കുടിൽ കെട്ടി സമരം ചെയ്യും. പുനരധിവാസമടക്കം ഇരകളോടുള്ള സർക്കാർ സമീപനത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചാണ് സമരം. ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം. ചുരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നോ ഗോസോൺ പ്രദേശത്തെ കരട് പട്ടിക തയ്യാറായി 81 കുടുംബങ്ങളാണ് കരട് പട്ടികയിൽ ഉൾപ്പെട്ടത്. രണ്ടാം ഘട്ട ലിസ്റ്റിലും അർഹതപ്പെട്ട പലരും പുറത്താണെന്ന് ദുരന്തബാധിതർ പറയുന്നു. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, എന്തായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട പട്ടികയൊക്കെ പുറത്ത് വിട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും ദുരന്ത ഭൂമിയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ദുരന്തബാധിതർക്ക് ചികിത്സാ സഹായം അടക്കം ലഭിക്കുന്നില്ല, പലർക്കും വാടക ലഭിക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണോ സമരം? എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത് അനീസ് അലി? ജിൽസ്, ഇപ്പോൾ സമരം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ കാണുന്നത് നമ്മുടെ പിറകിൽ ഇവിടെ കുടിൽ കെട്ടി സമരം ആരംഭിക്കുന്നത് ദുരന്ത ഭൂമിയിൽ. നമ്മൾ 7 മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ തകർന്നടിഞ്ഞ ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോൾ അവർ സമരം ആരംഭിക്കുകയാണ്. അണ്ണയേട്ടാ, എന്താണ് ഇപ്പോൾ ഇതല്ലേ അണ്ണയേട്ടന്റെ ബിൽഡിംഗ്? അത് സാറേ, എൻ്റെ ബിൽഡിംഗാണ് ഇപ്പോൾ ഇത്. എൻ്റെ ബിൽഡിംഗാണിത്. എൻ്റെ ടൗണിൽ 4 ഷോപ്പുണ്ടായി, 2 ഏക്കർ തോട്ടം, വീട്, വണ്ടി പോയി, എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ നിന്ന് മാറാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് താമസിക്കാൻ വീടില്ല. പക്ഷെ ഞാനിവിടെ സെറ്റ് കെട്ടിയിട്ട് കിടക്കാൻ പോവുകയാണ്. ഇവിടുന്ന് എങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തി വിടൂല എന്നാണ് പോലീസുകാർ കടത്തി വിടൂല എന്ന് പറയാൻ ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഞങ്ങളെ താമസ സ്ഥലമാണ് ഇതൊക്കെ. ഞങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കളക്ടർ ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടെന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളെ മുണ്ടക്കായിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെറ്റുവാഴുന്ന നാടാണ്. അങ്ങോട്ട് പോകണ്ടാന്ന് എങ്ങനെ പറയും? അപ്പോൾ ഗവൺമെൻറ് ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിന് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ? ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് അനുവദിച്ചു തരിക, പിന്നെ ലോണുകൾ എഴുതി തള്ളുക. ഈ പ്രദേശത്ത് മൊത്തം ജനങ്ങൾക്കും ലോണുണ്ട്, ആ ലോണുകൾ എഴുതി തള്ളുക. ഇവിടെ വേണ്ടവർക്ക് ഇവിടെ അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുറെ കുട്ടികൾക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഇതുവരെ കൊടുത്തിട്ട്. ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിടുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പുനരധിവാസം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. അതിന് ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കൽ പോലും നിലവിൽ എവിടെയും എത്തിയിട്ടില്ല. മാത്രമല്ല 5 സെന്റിലേക്ക് സ്ഥലമേറ്റെടുപ്പ് അതായത് ആളുകൾക്ക് സ്ഥലം കൊടുക്കുന്നത് 5 സെന്റായി ചുരുങ്ങും എന്ന ഒരു ധാരണ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു നിലക്കും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. 10 സെന്റിൽ തന്നെ വീട് എന്നുള്ളതല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ അംഗീകരിക്കും? ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 സെന്റ് ഭൂമി 1000 സ്ക്വയർ ഫീറ്റ് വീടും കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാർ. 800 കോടി രൂപകൾ ഇന്നലെയും കിട്ടിയിട്ട് 2,44,000 രൂപ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് ഞങ്ങൾ ഫണ്ടിലേക്ക്, അതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 800 കോടിയോളം 794 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ മുൻനിർത്തി പണം പിരിച്ചത്. അല്ലാതെ നികുതി പണം ചോദിക്കുന്നില്ല. ഞങ്ങള് മറ്റൊരു പണമല്ല ചോദിക്കുന്നത്. ഞങ്ങളെ മുൻനിർത്തി പണം പിരിച്ചിട്ട് 10 സെന്റ് നൽകാമെന്നും വീട് നൽകാം, 1000 സ്ക്വയർ ഫീറ്റ് വീട് നൽകാമെന്ന് പറഞ്ഞ് നമ്മുടെ സുമനസ്സുകളുടെ നിന്ന് പണം പിരിച്ചിട്ട് പണമെല്ലാം കയ്യിലായപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരും പറയുന്ന 5 സെന്റ് സ്ഥലവും വീട് നൽകുള്ളൂ എന്ന്. ഇനി വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഇവർ കുറക്കും. ഇവര് ഞങ്ങൾക്ക് ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിക്കോ ദുരന്ത ബാധിതർക്കോ ഒരിക്കലും സ്വന്തമായ ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഒരു ആവശ്യം സർക്കാരിനോട് പറയില്ല. പക്ഷേ സർക്കാർ പറഞ്ഞ ആവശ്യങ്ങൾ അത് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ഞങ്ങളെ കാണിച്ച് സർക്കാർ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദുരന്ത ബാധിതപ്പെട്ട ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. 16ഓളം കുട്ടികൾ, അച്ഛനില്ല, അമ്മയില്ല, ഏട്ടനില്ല, അനിയനില്ല, ആരുമില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, ഇന്ന് പുതിയൊരു ലിസ്റ്റ് കൂടെ 81 ആളുകളുടെ ലിസ്റ്റ്. അത് പൂർണ്ണമാണോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച്? എൻ്റെ അല്ല, ഞാനത് നിങ്ങൾ അത് പൂർണ്ണമാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? നോക്കി, നിങ്ങൾ 321 ആളാണ് ആകെ ലിസ്റ്റിലുള്ളത്. 320. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞത് പത്രമാധ്യമങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1500 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് വെറും 321 കുടുംബം. തൊട്ടടുത്ത എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത വീടിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ ലിസ്റ്റ് വന്നിട്ടില്ല. അങ്ങനെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടിൽ ലിസ്റ്റ് വന്നു, ഒരു വീട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ മരിച്ചുപോയി മുഴുവൻ വാഷ് ഔട്ടായ ആളുകളിൽ പോലും വീടുകൾ ലിസ്റ്റ് വരാത്തതുണ്ട്. ഈ അവസാനം വന്ന 81 പേരുടെ ലിസ്റ്റിൽ ഇരട്ടിപ്പും ഉണ്ട് എന്നാണ്.
തീർച്ചയായിട്ടും അതായത് 11ാം വാർഡിലും ചില ആളുകൾക്ക് വീടുണ്ട്, 12ാം വാർഡിലും വീടുണ്ട്. എന്താ നിങ്ങളൊന്ന് ആലോചിക്കുക, എവിടെ എന്താണ് ഇവരുടെ മാനദണ്ഡം? ഒരു വാർഡിൽ ഒരേ ആൾക്ക് തന്നെ 2 വാർഡിലും വീട്. ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കുറെ പേര് ഇപ്പോഴും പുറത്തുമാണ്. ഇവിടെ സർക്കാർ ഞങ്ങൾ മനസ്സിലാക്കിയത്ര റിസോർട്ടുകാരെ പുനരധിവസിപ്പിക്കാനാണ് താല്പര്യം കൂടുതൽ കാണുന്നത്, അല്ലാതെ ദുരന്തബാധിതരെ അങ്ങനെ ഒരു ആക്ഷേപം നേരത്തെ നസീർക്ക് ഉന്നയിച്ചിരുന്നു. അത് പറയാനുള്ള കാരണം അത് പറയാനുള്ള കാരണം നമ്മളെ പുത്തുമലയിൽ 2019 ഉരുൾപൊട്ടിയിരുന്നു. ഈ പുത്തുമല ഉരുൾപൊട്ടിയിട്ട് ഇന്ന് വരെ അവിടെ വൈദ്യുതി നൽകിയിട്ടില്ല. ഇപ്പൊ മുണ്ടക്കായ് അതിനേക്കാൾ എത്രയോ വലിയ 10 മടങ്ങ് വലിയ ദുരന്തം നടന്ന്. എന്നാൽ മുണ്ടക്കായൽ ഒരാഴ്ച കൊണ്ട് കറണ്ട് കൊടുക്കാൻ ശ്രമം നടത്തുന്നു, പാലം റോഡ് നന്നാക്കാൻ ശ്രമം നടത്തുന്നു, ഫണ്ട് വകയിരുത്തുന്നു. അങ്ങനെ ഈ ആളുകളുടെ പുനരധിവാസം എവിടെയും എത്തി നിൽക്കാത്ത സന്ദർഭത്തിൽ അവിടെയുള്ള റിസോർട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും കറണ്ട് കിട്ടിയിട്ടില്ല. അതായത് ആ മേഖലയിൽ ഇപ്പോഴും വൈദ്യുതി എത്തിക്കുന്നു, അതുപോലെ അങ്ങോട്ട് പാലം ശരിയാക്കുന്നു. അതെ, അതിനു വേണ്ടിയുള്ള ശ്രമമാണ് കൂടുതൽ നടക്കുന്നത്. അല്ലാതെ ഈ പാവപ്പെട്ട ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനല്ല, റിസോർട്ടുകാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി. ഇത് ഞങ്ങൾക്ക് പൂർണ്ണമായി ഞങ്ങൾ തെളിവില്ലാത്തതുകൊണ്ട് രേഖയില്ലാത്തതുകൊണ്ട് പറയാതിരിക്കുന്ന, പക്ഷേ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു വ്യക്തിക്ക് ഈ റിസോർട്ട് മാഫിയായിട്ട് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് വരുന്നത്. ഇപ്പോ ഏതൊരു പശ്ചാത്തലത്തിൽ ചേച്ചി ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നമ്മൾ വരുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളായിട്ട് വരുന്നത്? പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറഞ്ഞാൽ പുനരധിവാസമാണ് മെയിനായിട്ടുള്ളത്. കാരണം കുറച്ച് പേരെ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നു. അതിൽ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ള ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പറഞ്ഞ ഇവിടെ വന്യമൃഗങ്ങളെ കൊണ്ട് ഇവിടെ താമസയോഗ്യമല്ല. പിന്നെ പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും കറണ്ടിൻ്റെ ഒരു ഇതില്ല. പിന്നെ എല്ലാവരും എസ്റ്റേറ്റ് മേഖലയിൽ തുച്ഛമായ വരുമാനം. കാരണം രാവിലെ 8-7:30 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 5:30-6 മണിയാവും അവർ തിരിച്ചു വരാൻ. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്ന, അതിലുള്ള പ്രൗഢമണ്ടായിട്ടും ഗ്രാറ്റുവിറ്റി ആയിട്ടും എഴുതി വാങ്ങിയിട്ടാണ് ഒരു വീട്, ഒരു 5 സെന്റ് ഭൂമിയിൽ ഒരു 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതിലൊരു വീട് നിർമ്മിച്ചത്. പിന്നെ മക്കളെ വിദ്യാഭ്യാസം, മക്കളെ ജോലി, മക്കളെ കല്യാണം, അതെല്ലാം വലിയൊരു സ്വപ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതെല്ലാം ഒറ്റ ഒരു സുപ്രഭാതത്തിൽ, ഒരു രാത്രി കൊണ്ട് കൂടെ പിറന്നവർ, അച്ഛനമ്മമാർ, മാതാപിതാക്കൾ, പിന്നെ സഹോദരന്മാർ ഇട്ടുടുത്ത തുണിയോടുകൂടി മക്കളെ ജീവനും കൊണ്ട് ഓടിയ കുറേ ആൾക്കാരുണ്ട്. അതിലുള്ളവരെ ഒക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് എങ്ങനെങ്കിലും കാര്യം ശരിയാണ്, എല്ലാവരും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല, കേരളത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ള ഒരു വാക്ക് തർക്കത്തിന്റെ ഒരു ഇതല്ല ഇത്. മാസങ്ങൾ 8 കഴിഞ്ഞു. ഇപ്പോ നമ്മൾ ഇന്ന് കുടിൽകെട്ടി സമരം ആരംഭിക്കുകയാണ്. 7 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് 7 മാസം ആവുമ്പോഴാണ് ഒരു ഗതികെട്ട് അവസാന കൈ എന്ന നിലയിലാണ് ദുരന്തബാധിത സമരത്തിന് ഇറങ്ങുന്നത്. ഇത് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ താല്പര്യമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, രാഷ്ട്രീയ താല്പര്യമല്ല. ഞാൻ 2 സംഭവം പറയാം. ഇപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ വരും, വിജയലക്ഷ്മി എന്നാണ് പേര്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് വിട്ടെറിഞ്ഞ് പോയതാണ്. മക്കളെ പോറ്റി വളർത്തി ഗൾഫിൽ പോയി അധ്വാനിച്ച് ഒരു വീട് വെച്ചു. നിങ്ങൾക്ക് കുറച്ചങ്ങ് പോയാൽ അറിയാം ആ പെൺകുട്ടി ഇത് എപ്പോൾ വരും. ഇതവിടെ അപ്പുറത്തുണ്ട്, വിജയലക്ഷ്മിയുടെ വീട് എല്ലാം പോയതാ, ചുറ്റും പോയി, എല്ലാം പോയി. ആ പെൺകുട്ടി ഫസ്റ്റ് ലിസ്റ്റിൽ വരേണ്ട അർഹതയുള്ള ആളാണ്, അയാൾ വന്നിട്ടില്ല, ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇങ്ങനെ 10-17ഓളം പേര് 1-ാം ലിസ്റ്റിൽ പെടേണ്ട ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇത് ആരോ ടോയ്ലറ്റ് പോകാൻ ആ മുട്ടി നിൽക്കുന്ന സമയത്ത് എഴുതിയുണ്ടാക്കിയ ലിസ്റ്റ് പോലെയാണ് ഈ തോന്നുന്നത്. രണ്ടാമത് വന്ന ലിസ്റ്റിലും ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അതായത് 1-ാമത്തെ ലിസ്റ്റിൽ പെടേണ്ട ആളുകൾ പോലും ഈ ലിസ്റ്റിലും പെട്ടിട്ടില്ല. പൂർണ്ണമായി വാഷ് ഔട്ടായി പോയ ഒരു കാരണവശാലും താമസം സാധ്യമല്ലാത്ത ആളുകൾ വന്നിട്ടില്ല.